അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയനായ അബ്ദുള്ള സാഹിബ്, അഹമ്മദ് മാഷ്, മറ്റ് വിഷയാവതവരെ, സഹോദരി സഹോദരന്മാരെ, സത്യത്തിൽ ഞാനും വളരെ രസകരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബെല്ലടിച്ചതും നിന്നതും. ഞാൻ പറയാൻ പോയ പലതും ഞാൻ മറന്നുപോയി ഇങ്ങനെ വരുന്ന സമയത്തിൽ. രാഷ്ട്രീയം, മതം, നവോത്ഥാനം, പലപ്പോഴും കുറേ കാലങ്ങളായി മതം, രാഷ്ട്രീയം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന രണ്ട് വിഷയങ്ങളാണ്. മതത്തിനകത്തേക്കുള്ള രാഷ്ട്രീയം, രാഷ്ട്രീയത്തിനകത്തുള്ള മതം. ഞാൻ മനസ്സിലാക്കുന്നത് മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും മനുഷ്യൻ്റെ പാരമ്പര്യങ്ങളുടെയും നൈരന്തര്യത്തിൻ്റെ കടക്കൽ കത്തിവയ്ക്കാനും തകർക്കാനുമൊക്കെ രാഷ്ട്രീയത്തിന് സാധ്യമാവുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ സ്വത്വ രാഷ്ട്രീയം എന്നത് പ്രാധാന്യമുള്ള കാര്യവുമാണ്. മതം മനുഷ്യ സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മതങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് വിഘാതമാവുന്ന രീതിയിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് തുല്യം തന്നെ രാഷ്ട്രീയം മതങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളിലേക്കും മതങ്ങളുടെ സാംസ്കാരിക വളർച്ചകളിലേക്കുമൊക്കെ കടന്നു കയറുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ ലോകത്ത് നിരവധി സംഭവങ്ങൾ ഇന്നും മുൻപും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാം. സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിൽ നിരവധി രാജ്യങ്ങൾ, നിങ്ങൾക്കറിയാം, മുസ്ലിം രാജ്യങ്ങളുണ്ടായിരുന്നു. സാർ ഭരണകാലത്ത് നിരവധി കടന്നാക്രമണങ്ങൾക്ക് മുസ്ലിങ്ങൾ വിധേയരായിട്ടുണ്ട്. ഈ താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇങ്ങനെയുള്ള നിരവധി ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങളടക്കം, റഷ്യയിലുള്ള മുസ്ലിങ്ങളടക്കം. സോഷ്യലിസ്റ്റ് റഷ്യൻ വിപ്ലവം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വ്യാപകമായി മുസ്ലിം സമുദായത്തിനകത്ത് റഷ്യയിൽ വലിയൊരു നവോത്ഥാനം നടന്നിരുന്നു. വലിയ വലിയ നവോത്ഥാന നായകന്മാർ, സത്യം പറഞ്ഞാൽ കേരളീയ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടവും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും ഇതുമായി വളരെ ഇഴചേർന്ന് പോകുന്നുണ്ട്. അബ്ദുൾ റഷീദ് റിദയൊക്കെയായി ഈ ചരിത്രത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൽ പ്രമുഖനായിരുന്നു മഹാനായ ഇസ്മായിൽ ഗാസ്പ്രിൻസ്കി. അദ്ദേഹം ഖുർആൻ റഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ വലിയ പണ്ഡിതനായിരുന്നു. അപ്പം അവർ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അറിയപ്പെട്ടിരുന്നത് ജദീദുകൾ എന്നായിരുന്നു. അപ്പോൾ രണ്ട് വിഭാഗം ആളുകളായിരുന്നു, യാഥാസ്ഥികരായിട്ടുള്ള ഖദീമികളും ജദീദുകളും. അപ്പോൾ ജദീദുകൾ ഒക്ടോബർ വിപ്ലവത്തിൽ ബോൾഷെവിക്കുകളുമായി വലിയ രീതിയിൽ പങ്കെടുക്കുകയും ലെനിൻ അന്ന് ആ വിപ്ലവ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ നോക്കി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചൊക്കെ. റഷ്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഭരണകൂടം ലെനിൻ്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഈ ജദീദുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ജോസഫ് സ്റ്റാലിൻ വരെ. ജോസഫ് സ്റ്റാലിൻ്റെ ആഗമനത്തോടു കൂടി നിങ്ങൾക്കറിയാം, റഷ്യൻ കമ്മ്യൂണിസം വലിയൊരു മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ഈ പറയുന്ന മേഖലകളിൽ നിന്നൊക്കെ മുസ്ലിങ്ങൾ പോവുകയും ജദീദുകളായിട്ടുള്ള ഒരുപാട്
നവോത്ഥാന നായകന്മാർ റഷ്യയിൽ പരസ്യമായി വധിക്കപ്പെടുകയും ചെയ്തു. റെഡ് സ്ക്വയറിലൊക്കെ പരസ്യമായി വധിക്കപ്പെട്ടു. 1915 5 കോടി മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന USSRൻ്റെ റിപ്പബ്ലിക്കുകളിൽ 25,000 പള്ളികൾ ഉണ്ടായിരുന്നത് 1970-കളിലെത്തിയപ്പോൾ അത് 500ആയി ചുരുങ്ങുകയായിരുന്നു. ചില ഭരണകൂടങ്ങൾക്ക് കീഴിൽ ബഹുസ്വരതകൾ എങ്ങനെ ഇല്ലാതാക്കപ്പെടുന്നു എന്നതിന് നിരവധി തെളിവുകളുണ്ട്. അത് നിങ്ങൾ ചൈനയിലെടുത്ത് പോയാൽ ടിബറ്റിലുള്ള ലാമകൾക്ക് പറ്റിയതും മറ്റ് സ്ഥലങ്ങളിൽ സംഭവിച്ചതുമൊക്കെ നമുക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്നത് രാഷ്ട്രീയം മതത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ചില ഘടകങ്ങളാകുന്നു എന്നാണ്. കേരളത്തിൻ്റെ ചരിത്രം നമുക്കെടുത്ത് നോക്കിയാൽ പലപ്പോഴും നമ്മൾ ചരിത്രത്തെ വളരെ കാൽപ്പനികമായി വായിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കപ്പലിൽ അറബികൾ വരികയും ഇളനീര് വട്ടിക്കൊടുത്തപ്പം ഇത് ആരുടെ ഇളനീരാണെന്ന് ചോദിച്ചു. നിങ്ങളുടേതാണോ അല്ല വേറെ പറമ്പാണോ? അത്രമാത്രം സൂക്ഷ്മതയായിരുന്നു. അങ്ങനെ ആളുകൾ ഈ സൂക്ഷ്മത കണ്ടപ്പോൾ ഇസ്ലാമായി. അതൊക്കെ ഒരുപാട് കാൽപ്പനിക അല്ലെങ്കിൽ സർഗാത്മകമായിട്ടുള്ള ചരിത്ര വായനകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ സൂക്ഷ്മമായി ചരിത്രത്തെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിനും അതിൻ്റെ ആദ്യകാല വ്യാപനത്തിനും ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് പള്ളിവാണ പെരുമാൾ മുതൽ ചേരമാൻ പെരുമാൾ മുതൽ രാജാക്കന്മാരുടേതായിട്ടുള്ള ഒരു മതന്മാറ്റ ചരിത്രം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ സ്വാധീനം അറബികളായിട്ടുള്ള മുസ്ലിങ്ങൾ മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് വന്നപ്പോൾ അന്നുണ്ടായിരുന്ന രാജകുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. തങ്ങളുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകളിൽ ചിലർ, വംശങ്ങളിൽപ്പെട്ട ചിലർ ഈ മതത്തിലേക്ക് പോയി എന്നുള്ളത് ചില കാര്യങ്ങളിൽ ഒരു സ്വാധീനം ചെലുത്തിയിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അതാണ് നമ്മൾ ചരിത്രം നോക്കിയാൽ പന്തലായനിയിലും ചാലിയത്തുമൊക്കെ പള്ളികൾ നിർമ്മിക്കാൻ വേണ്ടി വന്ന ആളുകൾ അന്നത്തെ കോഴിക്കോട് രാജാവിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അനുവദിക്കുന്ന രീതി, അവർ ആ സ്ഥലം അന്നത്തെ രീതിയിൽ നിങ്ങൾക്കറിയാം, നോക്കുമ്പാടെ അല്ലെങ്കിൽ ഏറുമ്പാടെ എന്നൊക്കെ പറയും. ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാലുള്ള ദൂരം അത്ര വേണോ, അല്ലെങ്കിൽ നിങ്ങൾ നിന്നുകൊണ്ട് എത്ര വരെ കാണുന്നോ അത്ര ദൂരം വേണോ. അപ്പോൾ ഈ നോക്കുമ്പാടയിലൂടെയൊക്കെയാണ് ആരാധനാലയങ്ങൾക്കുള്ള സ്ഥലങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇതൊരു ചരിത്ര പശ്ചാത്തലമാണ്. പുതിയ ലോകത്ത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളും കേരളത്തിലെ മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മുഖമാണ് ലോകത്തിന് നൽകുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൊതുവായി എടുത്തു കഴിഞ്ഞാൽ 1947 വിഭജനം വരെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമര രംഗങ്ങളിൽ വളരെ വ്യാപകമായ സജീവമായ പങ്കാളിത്തമുണ്ടായിരുന്ന ഒരു വലിയ വിഭാഗമായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇന്ന് നിൽക്കുന്നൊരവസ്ഥ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നേതാവ് ആര് അല്ലെങ്കിൽ നേതാക്കൾ ആര് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചയിൽ ഒരു കോൺഗ്രസ് വനിതാ MP ആണ് അതിമനോഹരമായി എന്താണ് ഇസ്ലാമിലെ തലാഖ് എന്ന് പാർലമെൻറ്റിൽ പറയാൻ ഭാഗ്യം ലഭിച്ചത്. ഒരു നേതാവ് പോലും ഇല്ലാത്ത ഒരു വളരെ ദാരുണമായ ഒരവസ്ഥയുണ്ട്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ, ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ പ്രശസ്തമായൊരു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ പിന്മുറക്കാരാണ് ഈ പറയുന്ന ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ. വളരെ പ്രശസ്തമായൊരു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു സംഭവമുണ്ട്, രേഷ്മി റുമാൽ കോൺസ്പിരസി എന്ന് പറയും.
രശ്മി റുമാൽ കോൺസ്പിറസി എന്ന് പറയുന്നത് ഒരു പട്ടുതുവാലയിൽ എഴുതിയ കത്തിൻ്റെ ഒരു ഗൂഢാലോചനയാണ്. അപ്പം അതിൻ്റെ പിന്നിൽ അന്ന് അഫ്ഗാനിലായിരുന്ന ഉബൈദുള്ള സിന്ധി എന്ന ഒരു ദൈവബന്ദി പണ്ഡിതൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു കത്ത് അദ്ദേഹം ഒരു തൂവാലയിൽ എഴുതി അത് ഇന്ത്യയിലെ അന്നത്തെ ദൈവബന്ധ് പ്രിൻസിപ്പലായിരുന്ന മുഹമ്മദ് ഹുസൈൻ്റെ അടുത്തേക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ആ കത്ത് പുറത്താവുകയും ഇതിൽപ്പെടുന്ന ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അന്ന് ദൈവബന്ധിലെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് മതപണ്ഡിതന്മാർ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങളിൽ പങ്കാളികളായിരുന്നു. അതിൽ ഒരാൾ പോലും അധ്യാപകരോ പണ്ഡിതന്മാരോ അല്ലാതില്ല. പ്രഗത്ഭരായിട്ടുള്ള മിക്ക ആളുകളും, ഉബൈദുള്ള സിന്ധി ഉൾപ്പെടെ, ഈ പറയുന്ന മുഹമ്മദ് ഹസൻ ഉൾപ്പെടെ, ഇവരുടെ കാഴ്ചപ്പാടുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവർ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തുർക്കി പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെ ഇത് എഴുതിയെന്ന് നിൽക്കുന്നുണ്ട്. ഇവർ അഫ്ഗാനിസ്ഥാനിൽ ആദ്യമായി 1915 ഡിസംബർ 1 രൂപീകരിച്ച ഒരു എക്സൈൽ ഗവൺമെൻറ് ഉണ്ട്. ആദ്യത്തെ വിദേശ ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ അഫ്ഗാനിസ്ഥാനിൽ പോയി രൂപീകരിക്കുകയാണ്. അതിൻ്റെ പ്രസിഡന്റ് രാജാ പ്രതാപ് സിംഗ് ആയിരുന്നു. അതിൻ്റെ പ്രസിഡന്റ് രാജാ പ്രതാപ് സിംഗ് ആയിരുന്നു. അതിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ഉബൈദുള്ള സിന്ധി. അതുപോലെ അതിലെ ഒരു ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചെമ്പകരാമൻ പിള്ള. വളരെ സജീവമായ രാഷ്ട്രീയ ഇടപെടലുകൾ മുസ്ലിം സ്കോളറുകളിൽ നിന്ന്, മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് ഒരു കാലത്ത് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നുമൊക്കെ പോയി ഏറ്റവും ഒടുവിൽ ഇന്ന് നിൽക്കുന്ന ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ ഏറ്റവും ദയനീയമായൊരു ചിത്രം ഞാൻ അടുത്ത് കണ്ടത് സോഷ്യൽ മീഡിയയിൽ ഒരു BJP MPയുടേതായിരുന്നു. ഒരു മുസ്ലിം BJP MP ഹനുമാൻ്റെ അവകാശവാദങ്ങളുമായി ഒരുപാട് ആളുകൾ വന്നു. ദളിതനാണെന്ന് പറഞ്ഞു. അങ്ങനെ BJP MP പറഞ്ഞു അദ്ദേഹം മുസ്ലിമായിരുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ ഗവേഷണാത്മകമായ തെളിവ് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരുപാട് പേരുകളുണ്ട്. അബ്ദുറഹ്മാൻ, ലുക്മാൻ, ഉസ്മാൻ, അതുപോലെയാണ് ഹനുമാൻ. പലരും കണ്ടിട്ടുണ്ടാവും. ഉബൈദുള്ള സിന്ധിയിൽ നിന്ന് ഈ MPയിലേക്കുള്ള ദൂരമാണ് നമ്മൾ അളന്നെടുക്കേണ്ടത്. ഇനി കേരളത്തിലെത്തിയാൽ അതിൻ്റെ വേറൊരു രൂപം അത് രാഷ്ട്രീയമായി പോകുമെന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മുത്തലാഖ് ബില്ല് നടക്കുമ്പോൾ കല്യാണത്തിന് പോകുന്നതൊക്കെ രാഷ്ട്രീയമായി നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അവസാനത്തെ അറ്റത്തൊക്കെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് CH മുഹമ്മദ് കോയപ്പോലുള്ള ആളുകളാണ്. കാരണം സ്വന്തം സമുദായത്തെ വളരെ വിമർശനാത്മകമായി കാണുകയും അങ്ങനെ വളരെ ഹാസ്യാത്മകമായി ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതിൽ അവസാനത്തെ കണ്ണികളിൽ പെടുന്ന ആളുകളാണ് ഈ പറയുന്ന CH മുഹമ്മദ് കോയയും കൊരമ്പയിൽ അഹമ്മദ് ഹാജിയൊക്കെ ഒക്കെ. CH മുഹമ്മദ് കോയ ഒരു പ്രാവശ്യം പറഞ്ഞ വളരെ രസകരമായൊരു ഫലിതം ഞാൻ പലപ്പോഴും പലയിടത്തും പറയാറുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ സിയാവുദ്ദീൻ സർദാരി അല്ല അരുന്ധതി റോയാന്ന് തോന്നുന്നു ഈ പാലത്തുമ്മൽ ചാടുന്ന കഥ പറഞ്ഞു. നിങ്ങൾ സുന്നിയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഈ അവാന്തര വിഭാഗങ്ങളെ കൊണ്ട് നിറഞ്ഞത് വളരെ വിപുലമായി പറയാതെ CH പറഞ്ഞു, ഇത്രമാത്രം റിസീപ്റ്റ് ബുക്കുകളെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച സമുദായം ലോകത്ത് വേറെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതിൽ നമ്മുടെ പിരിവുകളെക്കുറിച്ച് പറയുന്നുണ്ട്, നമ്മുടെ സംഘടനകളെക്കുറിച്ച് പറയുന്നുണ്ട്, നമ്മുടെ രീതികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ അത് വന്നു നിൽക്കുന്നത് CH മുഹമ്മദ് കോയയിലാണ്. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നവോത്ഥാനങ്ങളിൽ വളരെ സജീവമായ ഒരു ചർച്ച വന്നിട്ടുള്ളത് ഒന്ന് നിലവിലുള്ള മുസ്ലിം സാമുദായിക രാഷ്ട്രീയം. സാമുദായിക രാഷ്ട്രീയവും വർഗീയ രാഷ്ട്രീയവും രണ്ടായി കാണേണ്ട ഒരവസ്ഥ നമുക്കുണ്ട്. സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ ഗണത്തിൽപ്പെട്ടാൽ മുസ്ലിം ലീഗോ അങ്ങനെയുള്ള രാഷ്ട്രീയ കക്ഷികളിൽ മുസ്ലിങ്ങൾ നവോത്ഥാനം ഉണ്ടാക്കണോ
ഇതര രാഷ്ട്രീയ കക്ഷികളിൽ മുസ്ലിങ്ങൾ ചേർന്ന് മാറ്റങ്ങൾക്ക് വിധേയമാക്കണമെന്നുള്ളത് വ്യാപകമായ ഒരു ചർച്ച നമുക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ വളരുന്ന അപകടകരമായൊരു അരാഷ്ട്രീയവാദമുണ്ട്. വളരെ അപകടകരമായൊരു അരാഷ്ട്രീയവാദം. അപ്പം അബുല്ലാല മഖ്ദൂദി സാഹിബിനെ വിമർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മതരാഷ്ട്രമെന്ന ആശയത്തെ വിമർശിക്കാൻ വേണ്ടി കാടുകയറിയ ചർച്ചകൾ പോകുമ്പോൾ വരുന്ന ചില പരിസരങ്ങളുണ്ട്. അത് ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പരിസരമാണ് ചില അരാഷ്ട്രീയ പരിസരങ്ങൾ. ഇപ്പോൾ തബ്ലീഗുകാരുടെ രാഷ്ട്രീയം പോലെ വരും. സിക്കർ, ശുക്ർ, ഫിക്കർ, ഇത് മൂന്നിൽ ഇസ്ലാമിനെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയമില്ലല്ലോ. പക്ഷേ 25,000 പള്ളിയിൽ നിന്ന് 500 പള്ളിയിലേക്ക് ചുരുങ്ങിയ ഒരു സാമൂഹിക സാഹചര്യം രാഷ്ട്രീയത്തിലൂടെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിലെ മുസ്ലിം സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് ഏത് സമീപകാല സമകാല പ്രശ്നങ്ങളെ നോക്കിക്കാണുമ്പോഴും അതിനെ കേവലം രാഷ്ട്രീയമായി തന്നെ കാണുകയും തങ്ങൾക്കനുകൂലമായ രീതിയിലേക്ക് വളച്ചൊടിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പൊതു രീതി വന്നതുകൊണ്ട് തന്നെ മുസ്ലിം രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയ മേഖലയിൽ മൊത്തം നടക്കേണ്ട ഒരു നവോത്ഥാനത്തിൽ മുസ്ലിങ്ങൾ പങ്കാളികളാകേണ്ടതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ നിലവിലുള്ള സാമുദായിക രാഷ്ട്രീയങ്ങളിൽ സജീവ പങ്കാളിത്തമുള്ള ആളുകൾ അതിലെ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ഒരു ഭാഗം, ഇതര കക്ഷികളിൽ തങ്ങളുടെ വിശ്വാസ ആചാരങ്ങളെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തടസ്സമില്ലാത്ത കാലത്തോളം അങ്ങനെ മുന്നോട്ട് പോയി സാമൂഹികമായ മുന്നേറ്റത്തിന് ചാലകശക്തിയാവുക എന്ന ദൗത്യം കൂടി രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതും എൻ്റെ അഭിപ്രായവും. സമയമായതുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.